പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CP നിലപാടിനെ വിമർശിക്കുകയാണ് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം ഒരർത്ഥവുമില്ലാത്തതാണ്. നിയമസഭയിൽ ഒരു മുറി കിട്ടും എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം. CP സ്ഥാനങ്ങൾ പങ്കുവയ്ക്കാൻ ശീലിക്കണം. പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വൈകുന്നത് മുന്നണിയെ ദുർബലപ്പെടുത്തുമെന്നും വർഗീസ് ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിയമസഭയിൽ ഒരു മുറി കിട്ടുമെന്ന് പറഞ്ഞു പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള ഈ തർക്കം ഒരർത്ഥമില്ലാത്തതാണ്. LDFിലെ 8 കക്ഷികൾക്ക് ഒരു MLA പോലുമില്ല. അതിലൊരു കക്ഷി ഇപ്പോൾ 2ആയി പിളർന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് വ്യാകുലതയില്ലേ? നിയമസഭാ കക്ഷിയോഗം ആദ്യത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് പോലും ചേർന്നില്ല. ഇനി എപ്പോഴാണ് കൂടുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് 2022 RJDയുടെ രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞപ്പോൾ അവരാ സീറ്റ് കരസ്ഥമാക്കി. 2024 CPയുടെ ബിനോയ് വിശ്വം രാജ്യസഭ ഒഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഏത് കക്ഷിയുടെ രാജ്യസഭാ സീറ്റാണ് ഒഴിഞ്ഞത് ആ കക്ഷിക്ക് കൊടുക്കണം എന്നാണ്. അങ്ങനെ ആ സീറ്റും CP കരസ്ഥമാക്കി. പക്ഷേ ഇപ്പോൾ 2 സീറ്റും CPI സംഭവിച്ചതോടുകൂടി ആ സമവാക്യം ആകെ മാറി. അതുകൊണ്ട് എല്ലാം പങ്കിടണം എന്ന് CPI സെക്രട്ടറി പറയുമ്പോൾ പങ്കിടാൻ അവരും ശീലിക്കണം. അതാണ് വർഗീസ് ജോർജിന്റെ വളരെ സുചിന്തിതമായ അഭിപ്രായം. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ RJDയുടെ ഒന്നും പിന്തുണ CPIക്കില്ല എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ഓരോ പിടിവാശി എന്ന മട്ടിലാണോ LDFിലെ മറ്റ് ഘടകകക്ഷികൾ CPIയുടെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ കാണുന്നത്? അരുൺ, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ CPMനോ CPIക്കോ കഴിഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും ചർച്ചകൾ നടക്കുന്നുണ്ട്, അത് നീണ്ടു പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് CPIയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു. RJDയുടെ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ അത് CPI ആ സീറ്റ് ഏറ്റെടുത്തു. മറ്റ് ഘടകകക്ഷികൾക്ക് ആ രാജ്യസഭാ സീറ്റ് വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത് നടന്നില്ല. അതിന് CPI അന്ന് ഒരു കാരണമായി പറഞ്ഞത് പാർലമെന്റിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് RJDയുടെ ഒഴിഞ്ഞ ആ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന് CPI വാശി പിടിച്ചു. CPIക്ക് ആ സീറ്റ് കിട്ടുകയും ചെയ്തു. പിന്നീട് ബിനോയ് വിശ്വം രാജ്യസഭ ഒഴിഞ്ഞപ്പോൾ ആ സീറ്റും CPI തന്നെ നേടിയെടുത്തു. അന്ന് അതിന് അവർ കാരണമായി പറഞ്ഞത് ഏത് കക്ഷിയാണോ രാജ്യസഭ ഒഴിയുന്നത് ആ കക്ഷിക്ക് തന്നെ രാജ്യസഭാ സീറ്റ് നൽകണമെന്നുള്ളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടെ 2 സീറ്റുകൾ ഇങ്ങനെ CPI നേടിയെടുത്തു. അപ്പോൾ എവിടെയാണ് ഈ പങ്കുവയ്ക്കൽ എന്നുള്ളതാണ് ഇപ്പോൾ RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ചോദിക്കുന്നത്. പങ്കിടണം എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുമ്പോൾ അവർ തന്നെ ആദ്യം പങ്കിടാൻ ശീലിക്കണം എന്ന് പറയുന്നു. മറ്റൊന്ന്, നിയമസഭയിൽ ഒരു മുറി കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ CPIയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വന്നിരിക്കുന്നത്. നേരത്തെ അറിയാം, CPI കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിനെയും നിശ്ചിതമായി RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് ഉദാഹരണമായി പറയുന്നത് CPM എത്ര സീറ്റിൽ മത്സരിച്ചു, എത്ര സീറ്റിൽ ജയിച്ചു, CPI എത്ര സീറ്റിൽ മത്സരിച്ചു, എത്ര സീറ്റിൽ ജയിച്ചു, RJD എത്ര സീറ്റിൽ മത്സരിച്ചു, ജയിച്ചു. ഇത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ മികച്ച പ്രകടനമൊന്നും CPI കാഴ്ചവെച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് അങ്ങനെ ആധികാരികമായി അവകാശപ്പെടാനുള്ള യാതൊരു അർഹതയില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ RJDയുടെ നിലപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടല്ലോ. അപ്പൊ ഇതാണ് ചോദ്യം. ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കം എന്താണ് CPI ഇങ്ങനൊരു പിടിവാശിയായിട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ LDFിൽ CPയും CPMും 2 വഴിക്കായി പോകുമോ എന്നുള്ളതാണ്. നിയമസഭയൊക്കെ കൂടുന്ന സമയത്ത് അങ്ങനെ 2 പേരും 2 അഭിപ്രായങ്ങൾ പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ക്ഷീണവുമാണ് എന്നുള്ളതാണ്. എങ്ങോട്ടായി പോക്ക്?